രാജാക്കാട് വാക്കാസിറ്റി റോഡിലെ കൽക്കുടിയങ്കാനം തമ്പുഴവളവിൽ അപകടങ്ങൾ തുടർക്കഥയാകുന്നു. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് presented by Santa Monica Stadium Road. പഠിക്കാമിനി അതിരുകളില്ലാതെ. രാജാക്കാട് ചാക്കുളത്തിമെട്ട് റോഡിന്റെ ഭാഗമായി റോഡ് BMBC നിലവാരത്തിൽ നിർമ്മിച്ചതാണ്. കൽക്കുടിയങ്കാനത്തിന് സമീപം തമ്പുഴക്കവലയിൽ റോഡരികിൽ നിന്നിരുന്ന വലിയ മരം റോഡിന്റെ ഭീഷണിയായിരുന്നു. 2 വർഷം മുൻപ് മരം മുറിച്ചു മാറ്റിയെങ്കിലും അതിന്റെ കുറ്റി നീക്കം ചെയ്തിരുന്നില്ല. ചെറിയ വളവുള്ള സ്ഥലത്ത് പെട്ടെന്ന് മറുവശത്ത് നിന്നെത്തുന്ന വാഹനങ്ങൾ കാണുക പ്രയാസകരമാണ്. വെട്ടിയിട്ട മരവും റോഡരികിൽ കിടക്കുന്നതും അപകട ഭീഷണിയാണ്. രാജാക്കാടിനും മാങ്ങാത്തൊട്ടിനും ഇടയിൽ കുറെ മരങ്ങൾ വഴിസൈഡിൽ കൂടെ നിന്നത് ഫോറസ്റ്റുകാർ ഇവിടുത്തെ ജനങ്ങളെല്ലാം ബന്ധപ്പെട്ട് അപകട ഭീഷണിയായി നിന്ന മരങ്ങൾ മുഴുവൻ വെട്ടിമാറ്റി. അങ്ങനെ വെട്ടിമാറ്റിയതിന്റെ ഭാഗമായിട്ട് രാജാക്കാടിനും വാക്കാസിറ്റിനും ഇടയിൽ കൽക്കുടിയങ്കാനം എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വളവിൽ ഒരു കുറ്റി മരം മുറിച്ചതിന്റെ അവിടെ നിൽക്കുകയാണ്. ആ കുറ്റി ഒന്ന് മുറിച്ച് മാറ്റിക്കളയുന്നതിനോ അതിന്റെ വേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിനോ ഇതുവരെ അധികൃതർ തയ്യാറായിട്ടില്ല. 100 കണക്കിന് വാഹനങ്ങൾ അതിലെ പോകുന്നു. അതിലുപരി ടൂറിസ്റ്റ് വണ്ടികൾ ഉൾപ്പെടെ 100 കണക്കിന് വാഹനങ്ങൾ പോകുന്നു. അതുപോലെ സ്കൂൾ തുറന്നു കഴിഞ്ഞാൽ ഈ പരിസര പ്രദേശത്തുള്ള ഒത്തിരി സ്കൂൾ ബസ്സുകൾ ആ വഴിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ സ്കൂൾ തുറന്നു കഴിയുമ്പോൾ ഈ വഴിക്കൂടെ 100 കണക്കിന് കുട്ടികൾ നടന്ന് യാത്ര ചെയ്യുന്നതാണ്. ഈ വഴിക്ക് വീതിയില്ലാത്ത സ്ഥലത്ത് ഈ കുറ്റി ഇങ്ങനെ നിൽക്കുന്നതിന്റെ പേരിൽ ആളുകൾക്ക് അവിടെ വരുമ്പോൾ നടന്നു പോകാൻ പറ്റാത്തൊരവസ്ഥ വരുന്നു. അതിലുപരി അവിടെ 100 കണക്കിന് വാഹനങ്ങൾ ആ വളവിൽ വരുമ്പോഴുള്ള കുറ്റി കാണാത്തതിന്റെ പേരിൽ ആ കുറ്റിയിൽ ഇടിച്ച് അപകടങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ 100 കണക്കിന് വാഹനങ്ങളുടെ ടയറുകൾ പൊട്ടിയും അതുപോലെ ബൈക്ക് യാത്രക്കാരെല്ലാം അവിടെ വന്നു കഴിയുമ്പോൾ ആ കുറ്റി കാണാണ്ട് തന്നെ ആ കുറ്റിയിൽ ഇടിച്ച് തെറിച്ചു പോകുന്ന അവസ്ഥയിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇതിന്റെ ബന്ധപ്പെട്ട അധികൃതർ എത്രയും പെട്ടെന്ന് ഈ റോഡിലോട്ട് ഇറക്കി നിൽക്കുന്ന ഈ മരം മുറിച്ചേക്കുന്ന കുറ്റിയൊന്നും അവിടുന്ന് മാറ്റി ആളുകൾക്കും വാഹനങ്ങൾക്കും സൗകര്യപ്രദമായ രീതിയിൽ പോകുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഒരു പൊതുപ്രവർത്തന നിലയിൽ എനിക്ക് പറയാം. ഇവിടെ പല പ്രാവശ്യങ്ങളിലായി ഏകദേശം 25ഓളം അപകടങ്ങൾ നടന്നിട്ടുണ്ട്. ഇരുചക്ര വാഹന യാത്രികരാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത്. പലപ്പോഴും നിയന്ത്രണം വിട്ട് സമീപത്തുള്ള പാടത്തേക്കാണ് വാഹനവുമായി വീഴുന്നത്. അപകടത്തിൽപ്പെട്ട് ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലിരിക്കുന്നവരുമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് ഒരു സ്കൂട്ടറിലും ഓട്ടോറിക്ഷയിലും ഇടിച്ച് വാഹനങ്ങൾക്കും യാത്രക്കാർക്കും പരിക്കുണ്ട്. ഇടിച്ചിട്ട് നിർത്താതെ പോയ കാർ അടിവാരത്ത് വെച്ച് നാട്ടുകാർ തടയുകയായിരുന്നു. ടൂറിസ്റ്റുകളും സ്കൂൾ കോളേജ് വാഹനങ്ങളും അടക്കം കടന്നുപോകുന്ന റോഡരികിലെ മരക്കുറ്റി പറിച്ചുമാറ്റി റോഡിലെ വളവ് നിവർത്തുകയും റോഡിൽ കണ്ണാടി സ്ഥാപിക്കുകയും ചെയ്യണമെന്നതാണ് നാട്ടുകാരുടെ ആവശ്യം. ഇടുക്കി ലൈവ് ന്യൂസ് നെടുങ്കണ്ടം. ഇടുക്കി ലൈവ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത്